ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നെല്ലിക്ക അച്ചാറാണ്. വളരെ ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ മാസങ്ങളോളം ഇരിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് അവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് വരയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് വെന്ത് കിട്ടുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഇളകി വരുന്നതാണ്. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇത് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുരു മാറ്റി ഒന്നിൽ വയ്ക്കാം. നെല്ലിക്കയുടെ കുരുകളൊക്കെ കളഞ്ഞ് അതൊന്ന് ഇളക്കി ഒരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ഏത് പാത്രമാണോ വെക്കേണ്ടത് ആ പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം. ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതിയാകും. അപ്പോഴത്തേക്കും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വയ്ക്കുക. പൊടി കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഞാനിവിടെ ഒരു എരിവില്ലാത്ത മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, അങ്ങനെ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ ആ എണ്ണയിലും വെളുത്തുള്ളിയിലും പച്ചമുളകിലും കറിവേപ്പിലയും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ സ്റ്റീമറിൽ വെച്ച് നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ചൂടുള്ളത് തന്നെയാണ്. ചെറിയ ചൂടാറിയിട്ടുണ്ട്. ആ വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉലുവ പൊടിച്ചത്, കായം പൊടിച്ചത്, ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതലാകാൻ പാടില്ല, എന്നാൽ ഇത് കയ്പ്പുണ്ടാവും. ഞാനിതെല്ലാം ഉലുവ പൊടിച്ചത് ഒരു 1/4 ടേബിൾ സ്പൂണും കായം 1 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ സമയത്താകുമ്പോൾ തന്നെ ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇത് ഇരുന്നിരുന്ന് കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കുറുകി കിട്ടുന്നതാണ്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ്. ഇത് ഞാനിവിടെ ഒരു 1/4 കിലോ നെല്ലിക്കയ്ക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ വിനീഗർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. ആവശ്യത്തിനുള്ള ഉപ്പും പുളിപ്പും ഒക്കെ ഇപ്പം തന്നെ ഈ ചാറിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫാക്കാൻ വേണ്ടു. ഇനി തിളയ്ക്കാൻ നിൽക്കണ്ട. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ ഇതിലൊന്നും പിടിച്ചിട്ടില്ല. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് പിന്നെ വേറൊരു ബൗളിലോട്ട് നല്ല തണുത്തതിന് ശേഷം ആക്കി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്ലാസ് ജാറാണ് അതിന് വേണ്ടിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു അര കുറുകലായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറുകി കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടച്ച് കവർ ചെയ്ത് വെക്കാം. നല്ല തണുത്തതിന് ശേഷം നമുക്കിനി ഇത് ഗ്ലാസ് ജാറിലോട്ട് മാറ്റാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ദാണ്ടേ നല്ല പരുവായിരിപ്പുണ്ട് നമ്മുടെ അച്ചാർ. നല്ല ടേസ്റ്റാണിത്. ചാറൊക്കെ ആവശ്യത്തിനുണ്ട്. കുറുകിയ പരുവമാണ്. നെല്ലിക്കയിലൊക്കെ ഇപ്പം തന്നെ നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരി ഒരു ബൗളിലോട്ട് മാറ്റാം. അച്ചാർ ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നത് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.